ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അൾത്താരയിൽ രണ്ടാമതും അമ്മ സാക്ഷിയായി നിർത്തുവാൻ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അൾത്താരയിൽ രണ്ടാമതും ജീവിക്കുന്ന സാക്ഷിയായി നിൽക്കുവാൻ അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2004 ജൂലൈ മാസം എൻ്റെ ആദ്യ സാക്ഷ്യം പറഞ്ഞ് ഹസ്ബൻഡിനൊപ്പം തിരികെ ഞാൻ UK പോയിരുന്നു. ആദ്യ സാക്ഷ്യത്തിൽ ഞാൻ കിടന്നുപോയൊരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ ഏൽപ്പിച്ച് തിരികെ എനിക്ക് അവിടെ ഹസ്ബൻഡിനൊപ്പം തിരികെ പോകുവാൻ അമ്മ അനുഗ്രഹിച്ചിരുന്നു. ഞാൻ അതിനുശേഷം രണ്ടാമത് തിരികെ പോയി സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം അവിടെ ചെന്ന് ഒരു 4-5 മാസത്തോളം ഞാൻ ജോലി നോക്കുകയായിരുന്നു. ഒപ്പം അന്ന് എൻ്റെ കുഞ്ഞിവിടെ നാട്ടിലായിരുന്നു, ഞങ്ങളുടെ ഒപ്പം കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോരോ തടസ്സങ്ങളായിരുന്നു. പല ഇൻ്റർവ്യൂകളൊക്കെ വരും, പക്ഷേ അതിലൊക്കെ അമ്മയും ഈശോയും തട്ടിമാറ്റുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ 4-5 മാസത്തിന് ശേഷം അവിടെ തണുപ്പ് ഡിസംബർ ജനുവരി മാസം ആയപ്പോഴേക്കും കഠിനമായി തണുപ്പ് കൂടി വരുന്നൊരു സമയം ഞാൻ വീണ്ടും വയ്യാതാവുകയും വല്ലാതൊരു തളർന്നു പോകുന്നൊരവസ്ഥ, സ്വന്തമായി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലാത്തൊരു അവസ്ഥ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റൽ സാഹചര്യം വെച്ച് എന്നാൽ അവിടെ പോകുവാനോ നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലത്തെ ബുദ്ധിമുട്ടായിരുന്നല്ലോ, എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒത്തിരിയധികം വിഷമിച്ച് ഞങ്ങൾ. അപ്പം 2025 ജനുവരി ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് തിരികെ നാട്ടിലൊന്ന് പോകണം, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ എനിക്ക് പോകണം, എന്താ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ ശക്തമായി ഉടമ്പടി മുറുക്കെ പിടിക്കുകയും പരിശുദ്ധ കുർബാനയൊക്കെ ആ നാട്ടിലെ പരിമിതികൾ വെച്ച് ഓൺലൈനായി പങ്കുകൊള്ളുകയും സാധിക്കുന്നിടത്തോളം ദേവാലയത്തിലേക്ക് പോവുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിനെ കൂടത്തിൽ കൊണ്ടുവരുവാനും എനിക്കൊരു ഒരു ജോലി മാർഗം അമ്മയും ഈശോയും തുറന്നു തരണമെന്നുമൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായി വയ്യാതാവ് സാഹചര്യത്തിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്ത് എനിക്ക് നാട്ടിൽ തന്നെ തിരികെ പോകണം, അമ്മയുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി മാസമായപ്പോഴത്തേക്കും 2025 ഫെബ്രുവരിയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലെ പെട്ടെന്നായിരുന്നു. ഓക്കെ, ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്ത് തന്നു, ഞാൻ തിരികെ ഇവിടെ വന്നു. പക്ഷേ അന്ന് ഒത്തിരി രാത്രി വൈകിയാണ് വന്നത്. അപ്പം സാഹചര്യ ബുദ്ധിമുട്ട് കൊണ്ട് ഞാനന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. കുഞ്ഞ് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം പക്ഷേ ഞാൻ ഒത്തിരി വേദനിച്ചാണ് ആ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ തിരികെ വരുന്നത്. അമ്മേ, നീ എന്നെ വീണ്ടും തിരികെ എത്തിക്കുവാണോ? നാട്ടിലെത്തുമ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അല്ലേ, അങ്ങനെ ഒന്ന് തിരികെ വരേണ്ട ഒരു അവസ്ഥ. അമ്മയുടെ തിരുവൾത്താരിലേക്ക് ഒരു സാക്ഷിയായ മകളല്ലേ, വീണ്ടും എന്നെ നീ തിരികെ എത്തിക്കുന്നത് എന്താണെന്ന് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ കണ്ണീരോടെ ഞാൻ ആ ഫ്ലൈറ്റ് യാത്രയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടനെ തന്നെ താമസിയാതെ ആയുർവേദത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം വീട്ടിൽ വന്നു ഞാൻ വളരെയധികം മാനസികമായി ശാരീരികമായി തളർന്നു. കാരണം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറി വരികയാണ്, എനിക്കൊന്നിനും ഒരു ഫലം തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പോകണം, എനിക്ക് അവിടെ മാത്രമേ ആശ്രയമുള്ളൂ, അമ്മയ്ക്ക് ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഓടിയെത്തുകയും ഉടനെ തന്നെ ഓടിയെത്തുകയും ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. പക്ഷേ അന്ന് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. എനിക്ക് അധികം ഒന്നും നടക്കാനോ ഒരു സ്റ്റെപ്പ് കയറി പുതുക്കുന്ന സമയത്താണെങ്കിലും നട കയറി ഒന്ന് മുകളിൽ പോകുവാനൊക്കെ കാലിനൊക്കെ അതിൽ ബുദ്ധിമുട്ടുകളായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ ഇരുന്ന് ഒത്തിരി വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഒന്ന് മാത്രമാണ് അമ്മയുടെ ഈശോയോട് അപേക്ഷിക്കുന്നത്, എനിക്കെൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കണം, മറ്റാരുടെ സഹായം കൂടാതെ. എനിക്ക് ഞാൻ അമ്മയോട് തുറന്ന് പറഞ്ഞു, അവളൊന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും എനിക്ക് അവളെ സഹായിക്കണം. അതിന് എൻ്റെ നട്ടൽ സംബന്ധമായിട്ടുള്ള വിഷമം എന്തു തന്നെയാണെങ്കിലും നടുവിൽ വളഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പം നട്ടലിനൊട്ടും ബലമില്ലാത്ത പോലെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ ഈ രോഗാവസ്ഥയിൽ നിന്ന് അമ്മയ്ക്ക് ഈശോയ്ക്ക് മാത്രമേ എന്നെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ എൻ്റെ അമ്മയുടെ തിരുസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ, ഇനിയൊരു ഉടമ്പടി പുതുക്കുന്നുണ്ടെങ്കിൽ, അമ്മയും നീ എന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കുവാൻ സാധിക്കുന്ന വിധം എനിക്ക് ഇവിടെ ബസ്സിൽ കയറി യാത്ര ചെയ്ത് വരുവാൻ നീ എന്നെ സഹായിക്കണം. കാരണം അന്നൊന്നും എനിക്ക് ഒരു ബസ്സിലൊന്നും ഒരു സ്റ്റെപ്പിൽ ഹൈറ്റുള്ളിടത്ത് കാല് വെക്കുവാൻ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നീ എൻ്റെ നട്ടലിനെ സ്പർശിച്ച് ഇനി ഞാൻ നിൻ്റെ തിരുസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുവാനും എല്ലാ ജോലികളും ചെയ്യുവാനും
ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കുവാനും നീ എന്നെ സഹായിക്കണം. എനിക്കെന്നും അമ്മയോടും ഈശോയോടും കൂടെ ഈ തിരുസന്നിധി എനിക്കൊരു വിഷമം വരുമ്പോൾ ഓടി എത്തുവാൻ നിൻ്റെ തിരുസന്നിധിയിൽ ബസ്സിൽ കയറി എനിക്ക് യാത്ര ചെയ്ത് വരണം. അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ആ സമയങ്ങളിലൊക്കെ പറയുമായിരുന്നു, ഇനി എനിക്ക് ആ നാട്ടിലോട്ടൊന്ന് തിരികെ വരുന്നതിനെക്കുറിച്ച് എനിക്ക് ഭയമാണ്. എനിക്ക് എത്രമേൽ ഞാൻ വയ്യാതായി പോകുന്നൊരവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയമാണെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരിയധികം തളർന്നിരുന്നു. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നിനക്കൊരു കൗൺസിലിംഗ് വല്ലതും ആവശ്യമാണ്, എന്താ നിനക്ക് പറ്റുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തിരുന്നു, എല്ലാവരെ പോലെയും ഒരു ജീവിതം ആഗ്രഹിച്ച് പുറത്തു പോയി. പക്ഷേ നാട്ടിലൊരു ജോലി ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചാണ് അന്ന് ഹസ്ബൻഡിനൊപ്പം പുറകെ അവിടെ പോയത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ജോലിയില്ലാത്ത, എനിക്ക് എൻ്റെ ആരോഗ്യം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടൊരവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്വന്തമായി നോക്കുവാൻ സാധിക്കില്ലാത്ത അവസ്ഥ. അപ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് മാത്രമേ എൻ്റെ വിഷമങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉടമ്പടി പുതുക്കി ആ സമയങ്ങളിൽ പിന്നെ ഞാൻ ഈശോയുടെ അമ്മയുടെ നിരന്തരമായി കണ്ണീരോട് പറയുന്നത്, എനിക്ക് ദേവാലയത്തിൽ നടന്നു വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും. ഞാൻ എങ്ങനെയായിരുന്നോ നേരത്തെ അതുപോലെ തന്നെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ നീ എന്നെ സഹായിക്കണമെന്ന്. ഒപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം നിരന്തരമായി ഞാൻ നട്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, നട്ടലിൽ പൂർണ്ണമായി. പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒക്കെ ഫലമായി സാവകാശം അമ്മ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങി. അങ്ങനെ ദേവാലയത്തിൽ ഞാൻ ചെറുതായി നടന്നു പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ ശ്രമിച്ചു. അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അമ്മയോടും ഈശോയോടും എന്നും കണ്ണീരോടെ പറയും, ഞങ്ങൾ 2 ഇടങ്ങളിലായി കുടുംബജീവിതം 2-3 വർഷങ്ങളായി തുടർന്ന് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതത്തിന് കുഞ്ഞുമൊത്ത് ഹസ്ബൻഡ് നാട്ടിൽ തന്നെ തിരികെ വന്ന് ഇവിടെ ഒരു ജോലി മാർഗം നീ അതിന് ഉള്ള വഴി തുറന്നു തരണേന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസം അഖണ്ഡ ജപമാല മഹാറാലിയിൽ വന്ന് പങ്കുകൊള്ളുകയും അതിനുശേഷമായി അസാധ്യമായിരുന്ന വിഷയമായിരുന്ന എൻ്റെ ജോലി 2.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അമ്മ ഈശോ വഴിയായി എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ ഒഴുക്കി തരികയും ആ കോൾ എനിക്ക് ലഭിക്കുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഞാൻ ഒത്തിരിയധികം വേദനയോടെ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗമില്ല അമ്മേ, ഞാൻ നിസ്സഹായയാണ്. കാരണം എൻ്റെ കയ്യിലുള്ള CV അതിൽ ഒന്നുമില്ലെന്ന് അമ്മേ നിനക്കറിയാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈശോയുടെ അമ്മയുടെയും കൃപയാൽ മാത്രമേ എനിക്കൊരു ജോലി മാർഗം നിനക്ക് ഒരുക്കി തരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എഴുതി തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, വചനം എഴുതി പ്രാർത്ഥിക്കുവാൻ. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നൊരു വിഷയം ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 2-3 തിരുവചനങ്ങൾ, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള തിരുവചനങ്ങൾ. പിന്നെ ഒന്ന് പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ ചിറകിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും എന്നുള്ള വചനങ്ങളൊക്കെ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ഫലമായി അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഒരു ദിവസം മുന്നേ ആയിട്ടപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, സമയം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റു വഴികളൊന്നുമില്ല. എന്നാൽ ഇനിയൊരു IT ഫീൽഡിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും പുതിയതായി ടെക്നോളജികൾ പഠിച്ചെടുത്താൽ മാത്രമേ നമുക്കൊരു ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിൽ 2.5 വർഷം വരെയുള്ള ഗ്യാപ്പും എല്ലാം നിൽക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കിനി ഒരു വഴിയില്ല, ഇനിയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചല്ലേ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിച്ച് പൈസ മുടക്കി പഠിച്ചെടുക്കാനൊന്നും സാധ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ പറഞ്ഞ് വേദനയോടെ ഞാനൊരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യാൻ അവർക്ക് രജിസ്ട്രേഷൻ ഫീ കൊടുത്തു. അതിൻ്റെ തൊട്ട് പിറ്റേന്നാണ് അമ്മ എനിക്ക് ഈ ഇൻ്റർവ്യൂ കോൾ ഈശോ വഴിയായി ഒരുക്കി തരുന്നത്. അങ്ങനെ 2 ദിവസത്തെ ഗ്യാപ്പിൽ എന്നോട് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയുകയും അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം അത്രമേൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ യാത്രയിൽ പോലും എൻ്റെ ബസ്സിൽ പോലും ഒക്കെ ഞാൻ എവിടെ നോക്കിയാലും അമ്മയുടെ ഒരു സാന്നിധ്യം കാണാം, എനിക്ക് അമ്മയുടെ രൂപം കാണാം. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഓഫീസിൽ കയറുന്ന സമയവും ഞാൻ ഉടമ്പടി ഉപ്പ് ഓഫീസിൻ്റെ ഉള്ളിൽ കടക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നൊട്ടയിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ തുവാലയിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ഒരു ബലമായിട്ട്, കാരണം ഞാൻ അമ്മയോട് പറയും, ഞാൻ പോകുമ്പോൾ ഈ ഉടമ്പടി പത്രികയും ഇതൊക്കെയായിരുന്നു എൻ്റെ ബാഗിലുണ്ടായിരുന്ന ഏക ബലം. ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു, ഈ പത്രിക ഉണ്ടായിരുന്നു, പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഇതിൻ്റെയൊക്കെ മാത്രം ബലത്താലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെ ഉള്ളിൽ കയറുകയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം തിരികെ വരികയും ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ അവർ വിളിച്ചു പറഞ്ഞു അവരുടെ ക്ലയൻറ്റിന് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞു ഞാനുമായിട്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇതെൻ്റെ അമ്മയും ഈശോയും ഒരുക്കി തരുന്നൊരു വഴി മാത്രമാണ്.
അപ്പോൾ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 മണിക്കായിരുന്നു അമ്മ ഒരുക്കി തന്നത്. ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ച് ഉടനീളം ആ ഇൻ്റർവ്യൂവിൽ പ്രാർത്ഥിച്ചിരുന്നു. കാരണം എൻ്റെ നാവ് അശക്തമാണ്, എനിക്ക് എന്ത് സംസാരിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ കഴിവാൽ ഈ ഇൻ്റർവ്യൂവിൽ ഒന്നും സാധിക്കില്ല. IT ഫീൽഡിലെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ. അതിൽ എൻ്റെ കഴിവൊന്നുമില്ല, അസാധ്യമായ വിഷയമാണെന്ന് ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആ ഇൻ്റർവ്യൂവും അമ്മ തന്നെ നടത്തി. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും പറയുകയുണ്ടായി, അവർക്ക് ക്ലയൻറ്റ് പുറത്തായിരുന്നു, അപ്പോൾ അവർക്ക് ഇവിടെ നാട്ടിൽ വന്ന് നേരിട്ടൊരു ഇൻ്റർവ്യൂ കൂടി നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ. അപ്പം ഞാൻ ഒത്തിരിയധികം ഭയന്നു. ഇനിയും ഉണ്ടല്ലോ ഇൻ്റർവ്യൂ. ഈശോയെ, അമ്മ നിനക്കറിയാലോ, എനിക്കൊന്നും അറിയില്ല അവരുടെ അടുത്ത് നേരിട്ടൊന്ന് കണ്ടേ എന്ത് സംസാരിക്കണമെന്ന് ഒന്നുപോലും. അപ്പം നേരിട്ടുള്ള ഇൻ്റർവ്യൂവിലും മൂന്നാമത്തെ ഇൻ്റർവ്യൂവിലും ഞാൻ പോയി പങ്കെടുത്തു. 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തൊക്കെ ഞാൻ അവിടെ സംസാരിച്ചു എന്ന് ഒന്നും എനിക്കറിയില്ല. ഞാനൊരു അത്ഭുത ലോകത്തെന്ന പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം അമ്മയായിരുന്നു ആ ഇൻ്റർവ്യൂ. അമ്മ ഈശോയുടെ സാന്നിധ്യത്തിലാണ് അവരാണ് ആ ഇൻ്റർവ്യൂ നടത്തിയത്. അങ്ങനെ മൂന്നാമത്തെ ഇൻ്റർവ്യൂവും പൂർത്തിയായി. ഒടുവിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ് കഴിഞ്ഞ ഡിസംബർ 23 അവൾ 4 വയസ്സാകുന്ന പിറന്നാളിൽ നീ അതിന് മുന്നായിട്ട് എനിക്കൊരു സമ്മാനമായിട്ട് ഈ ജീവിതമാർഗ്ഗം നീ എനിക്ക് തുറന്നു തരണം അല്ലേ. അമ്മ ഈശോപ്പയോട് പറഞ്ഞ് എനിക്കത് മേടിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 25 ഈശോയുടെ തിരുപ്പിറവിക്കും അവളുടെ പിറന്നാളിന് മുന്നായിട്ട് അമ്മ എനിക്ക് അവരിൽ നിന്നൊരു കൺഫർമേഷൻ തന്നു. അങ്ങനെ ജനുവരി മാസം 5-ാം തീയതി 2026 ജനുവരി 5-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയും ഇന്ന് എനിക്കൊരു പരിചിതവും ഇല്ലാത്തൊരു പുതിയൊരു മേഖലയിലാണ് അമ്മ എന്നെ എത്തിച്ചത്. ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന രീതിയിൽ. അപ്പോൾ എൻ്റെ ചിന്തകൾക്കപ്പുറമായ രീതിയിലാണ് ഈശോയും അമ്മയും അവിടെ ഇടപെട്ടത്. അങ്ങനെ ഇന്ന് ട്രെയിനിങ്ങിനായി ഞാൻ അവരുടെ പോയി കുറേയേറെ പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഓരോ നിമിഷവും അമ്മയും ഈശോയും തന്നെ തുണയ്ക്കുമെന്നും എന്നും ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നിട്ട് പോകുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു കുടുംബജീവിതത്തിനുള്ള മാർഗം അമ്മ ഈശോയും തന്നെ ഒരുക്കി തരുമെന്നും ഓരോ നിമിഷവും ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ ഈശോയും നൽകി അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അത്രമേൽ കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ പറഞ്ഞു എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ ഒന്നും കൂടെ വ്യക്തമായി പറയുകയാണ്. എനിക്ക് പുറത്ത് പോയപ്പോൾ തണുപ്പ് വരുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ നട്ടിലിന് ബലം പോകുന്ന ഒരവസ്ഥയായിരുന്നു. നടുവിൽ വളഞ്ഞു പോകുന്നൊരവസ്ഥ. അങ്ങനെയാണ് എനിക്ക് ഒന്ന് കുനിയാനോ അധികം ഭാരമെടുക്കുവാനോ കൂടുതലായി നടക്കുവാനോ ഹൈറ്റുള്ള ഒരു സ്റ്റെപ്പ് കയറുവാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി പുതുക്കി എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കുവാൻ പാകത്തിന് നീ എന്നെ യോഗ്യയാക്കണം, ശക്തിപ്പെടുത്തണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഇന്ന് ഓരോ നിമിഷവും ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് ഈശോയുടെ അമ്മ മാതാവിൻ്റെയും അത്ഭുത കൃപയാൽ മാത്രമാണ്. ഈ സമയങ്ങളിലൊക്കെയും ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ഓരോ തവണയും ഉടമ്പടി പുതുക്കുമ്പോഴും ലഭിക്കുന്ന കൃപാസന പത്രം ഞാൻ റോഡുകളിൽ പരിചിതമില്ലാത്തവർക്ക് നൽകുകയും കടകളിലൊക്കെ കയറി ഇറങ്ങി കൊടുക്കുകയും അവരോട് പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ട് ഒരുക്കി തന്ന അനുഗ്രഹങ്ങൾ രോഗസൗഖ്യത്തിനെ കുറിച്ചൊക്കെയും അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ അമ്മയിലോട്ട് ഈശോയിലോട്ട് അടുപ്പിക്കാനൊക്കെ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായി എനിക്ക് സ്വന്തമായ ഒരു ജോലി മാർഗം ഇല്ലാഞ്ഞിടത്തോളം ഹസ്ബൻഡ് എനിക്ക് തരുന്ന ആവശ്യങ്ങൾക്കായി തരുന്ന പൈസ വെച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോഴോ മറ്റു മക്കൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് എന്നാലാവുന്ന വിധത്തിൽ കൊച്ചു സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഈശോയോടും പറയുമായിരുന്നു, ഈശോയെ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും അധ്വാനിച്ചില്ലെങ്കിൽ എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള കൃപ. ഒത്തിരി വേദനയോടെ ഞാൻ എന്നും അമ്മയോട് ഈശോയോട് യാചിച്ചിരുന്നു. ഇന്ന് അതിന് ഫലമായിട്ട് അമ്മ ഈശോയും തുറന്നു തന്നൊരു കൊച്ചു ജീവിതമാർഗ്ഗം എനിക്ക് അമ്മ ഈശോ ഒരുക്കി തന്ന ജോലി മാർഗം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ ഈശോ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി. എന്നും നിത്യതയിൽ ജീവിച്ച് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അമ്മ ഈശോയും സഹായിക്കണമെന്ന് എന്നും അനുഗ്രഹം യാചിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഞാൻ തീക്ഷ്ണമായി സ്നേഹിക്കുവാൻ തുടങ്ങി. സാധിക്കുന്നിടത്തോളം ഒരു ദിവസം പങ്കുകൊണ്ടില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു മനസ്സിന് തന്നെ ഒരു വേദനയാണ്. അപ്പോൾ സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നു. ജപമാല ഞാൻ അതിന് മുന്നായി ഉടമ്പടി ജീവിതത്തിനൊക്കെ മുന്നായി ജപമാല അതിൻ്റെ ഒന്നും
ആഴമായിട്ടുള്ള ഒരു തീക്ഷ്ണത അന്നൊന്നും തിരിച്ചറിവില്ലായിരുന്നു. പക്ഷേ ഇന്ന് സാധിക്കുന്നിടത്തോളം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ സമയം കിട്ടുമ്പോഴോ ഒക്കെ സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു. യോഗം പറഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ ഫലമായാണ് ഇന്ന് അമ്മയും ഈശോയും ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്. 2 ആഴ്ച കൂടുമ്പോൾ പരിശുദ്ധമായി കുമ്പസാരം നടത്തുവാനും ഈ ഉടമ്പടി ജീവിതത്തിൽ ഉള്ള ഓരോ നിബന്ധനകളും സാധിക്കുന്നിടത്തോളം പാലിച്ചു കൊണ്ടുപോകുവാൻ എന്നും ശ്രമിച്ചിരുന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾക്കും അത്രമേൽ അത്ഭുതകരമായി അമ്മയും ഈശോയും ജീവിതത്തിൽ ഇടപെട്ട ഓരോ സാഹചര്യങ്ങൾക്കും കോടാനുകോടി നന്ദിയും മഹത്വവും രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 116:10. ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഷെറിൻ മാത്യു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതകാലത്ത് കടന്നുപോയ ഗുരുതരമായ ശാരീരിക രോഗക്ലേശങ്ങളെക്കുറിച്ചും ജോലി ഇല്ലാതിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അമ്മയിൽ ആശ്രയിച്ച് പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വാസം കാത്തുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ രോഗം സൗഖ്യപ്പെട്ടതും ഒരു ജോലി അമ്മ മാതാവ് മകൾക്ക് ഇണക്കിക്കൊടുത്തതുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. രോഗത്തിൻ്റെ തീവ്രതകളെക്കുറിച്ച് മകൾ നന്നായി നമ്മോട് പറഞ്ഞു. മരുന്നുകൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥ എത്തിയത്, വിദേശ രാജ്യത്തുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് അത് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്ന സാഹചര്യം, എത്രമേൽ പരിശ്രമിച്ചിട്ടും ഒരു തരത്തിലും വേദനയ്ക്ക് കുറവോ ശരീരത്തിന് ആരോഗ്യമോ ലഭിക്കാതെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ അരികിൽ വരുവാൻ വേണ്ടി തന്നെയാണ് വിദേശത്തുനിന്ന് പോകുന്നതും അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി തൈലം നടുവിൽ കുരിശടയാളം വരച്ച് നിരന്തരം പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ചേർത്ത വെള്ളം ശരീരത്തിലൊഴിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലും ഈശോയുടെ ശക്തിയിലും ശാരീരികാരോഗ്യം വീണ്ടെടുക്കുവാൻ വേണ്ടി മകൾ കണ്ണീരോടും നിരന്തരമായ വിശ്വസ്തതയുള്ള വിശ്വാസത്തോടും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് മകൾക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമായെന്ന് ഏറ്റുപറയുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ചധികം വർഷങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട ഗ്യാപ്പ് വന്നെങ്കിൽ കൂടിയും അവിചാരിതമായി അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത നിയോഗത്തെ മകൾ പ്രതീക്ഷിക്കാതിരുന്ന നാളുകളിൽ മകൾക്കൊരു ഇൻ്റർവ്യൂ കോളായി വരികയും അതിൻ്റെ ഓരോ അവസരത്തിലും മകൾ പറയുന്നുണ്ട്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്ക് ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുവാൻ പോലും പറ്റുന്ന പ്രാപ്തിയിലല്ലായിരുന്നു ഞാൻ ആ സമയത്തുണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം, ജപമാല, ഉടമ്പടി പത്രം എന്നിവയൊക്കെ ചേർത്ത് പിടിച്ചാണ് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ഓരോന്നും പങ്കെടുത്തു. 1 മണിക്കൂർ നീണ്ടു നിന്ന അവസാനത്തെ ഇൻ്റർവ്യൂ പോലും ഞാൻ എന്ത് സംസാരിച്ചെന്ന് പോലും എനിക്കറിയില്ല. അമ്മ മാതാവും ഈശോയും തന്നെ എൻ്റെ അധരത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. എനിക്കത് പരിചയമില്ലാത്ത മേഖലയിലാണെങ്കിൽ കൂടിയും സുരക്ഷിതമായ ജോലിയാക്കി അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുക, ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഉടമ്പടി നേർച്ചവസ്തുക്കളെ കയ്യിൽ കരുതിക്കൊണ്ട് നമ്മോടൊപ്പം ചേർത്ത് പിടിച്ച് നാം സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പരീക്ഷ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് യേശു കർത്താവ് നദരം കൊണ്ട് ഏറ്റുപറയുന്നതിനൊപ്പം തന്നെ അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചുവെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനുള്ള അടയാളങ്ങളും കാരണവുമായി തീരുകയാണ്. അതാണ് ഈ അൾത്താരയിൽ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ കർത്താവിന് ഇന്നും സൗഖ്യപ്പെടുത്തുവാൻ കരുത്തുള്ളവനാണ്. എൻ്റെ കർത്താവിന് ഇന്നും അടഞ്ഞ വാതിലുകൾ തുറന്നു തരുവാൻ കഴിവുള്ളവനാണ്. എൻ്റെ കർത്താവിന് എൻ്റെ ഭാവി ഇന്ന് മങ്ങി നിൽക്കുമ്പോൾ, ഒരു പുതിയൊരു പ്രകാശം കാണാതെ നിൽക്കുമ്പോൾ എനിക്ക് ജോലി നൽകിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുവാൻ കഴിവുള്ളവനാണ്. ആ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുകയും അതിന് അമ്മ മാതാവിൻ്റെ കൃപയുള്ള ജീവിതം, കൃപയുള്ള മാധ്യസ്ഥം എനിക്ക് ഏറ്റവും വലിയ ശരണമായി മാറുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പറഞ്ഞത്. എൻ്റെ രോഗദുരിതങ്ങളിൽ എൻ്റെ അമ്മ മാതാവും ഈശോയും സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യമായി ദൈവശക്തിയായി എന്നിൽ പടർന്നിറങ്ങി. എനിക്ക് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മ മാതാവും ഈശോയും എന്നെ സുരക്ഷിതമായി വഴി നടത്തുകയും എനിക്ക് പോലും അറിയാനാവാത്തിടങ്ങളിൽ എനിക്ക് വേണ്ടി മറുപടികൾ പറഞ്ഞു കൊടുത്ത് എനിക്കായി ജോലി നേടിത്തന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവകൃപ മാത്രമാണ്. ഈ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരി
സഹോദരി പങ്കുവെച്ചത്, നമുക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലെ സാക്ഷികളായി ഈ അൾത്താരയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ പറ്റും. നമ്മുടെ ജീവിതവും ഇന്ന് കടന്നു പോകുന്ന ദുഃഖ ദുരിതങ്ങളെ, രോഗക്ലേശങ്ങളെ, ജീവിത പ്രതിസന്ധികളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം കൂടെ നിന്ന് അനുഗ്രഹിക്കുന്നതും അനുഗമിക്കുന്നതും കൈപിടിച്ച് നടത്തുന്നതും എടുത്തുയർത്തി മഹത്വപ്പെടുത്തുന്നതും നമുക്ക് കാണുവാനാവും. ആ കൃപ നൽകണമേ എന്ന് ഈശോയുടെ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.